പഠിക്കാനുള്ള സൈക്കിൾ പഠിക്കണം ആഗ്രഹമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കൂടി ഇതുകൊണ്ട് ഉണ്ടാകും എന്നുകൊണ്ട് എല്ലാ കുട്ടികളൊക്കെ സൈക്കിളോട്ട് പഠിച്ചോ? കുട്ടികൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വളരെ ഹാപ്പിയിലാണ്. ആർവിജി മാഷ്, ഇപ്പോൾ സുൽത്താൻ ബത്തേരി പഞ്ചായത്തിൻ്റെ അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഈ കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് കൂടി ഉണ്ടാകുമോ? അടുത്ത ഈ വർഷം നമ്മളെ പദ്ധതികൾ രൂപീകരണത്തിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത വർഷ പദ്ധതിയിൽ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നതിനുള്ള സംവിധാനം ആലോചിക്കാം. എത്ര സ്കൂളുകളുണ്ട് സുൽത്താൻ ബത്തേരിയിൽ? ഇവിടെ LP സ്കൂളുകൾ 3 എണ്ണവും UP സ്കൂളുകൾ 5 എണ്ണവും ഹൈസ്കൂളുകൾ 3 ആയിട്ടാണ് ഉള്ളത്. വളരെ വലിയ പഞ്ചായത്താണല്ലോ അല്ലേ? ഏരിയ വളരെ കൂടുതലുണ്ട്. ഇത്രയും സ്കൂളുകൾ മതിയോ? എല്ലാ കുട്ടികൾക്കും നടന്നു പോകാവുന്ന ദൂരത്തിൽ LP സ്കൂളുണ്ടോ? LP സ്കൂളുകൾ നടന്നു പോകുന്ന ദൂരത്തിലുണ്ട്. എന്നുവെച്ചാൽ എത്ര ദൂരം നടക്കണം? 2 കിലോമീറ്ററിനുള്ളിൽ ഏതായാലും സ്കൂളുകളുണ്ട്. 2 കിലോമീറ്ററിനകത്തെത്തും. ഇപ്പോൾ ഈ ആദിവാസി ഊരുകളിൽ നിന്ന് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററിനകത്ത് നടന്നെത്താവുന്ന സ്കൂളുകളുണ്ടോ എല്ലാ കുട്ടികൾക്കും? അവർക്ക് വേണ്ടി പിന്നെ അങ്ങനെയുള്ള കുട്ടികളെ കൂടുതൽ ദൂരത്തുള്ള കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ രാവിലെ വാഹനം ഏർപ്പാട് ചെയ്ത് അവരെ കൊണ്ടുവരികയും അതുപോലെ തന്നെ തിരിച്ച് വൈകുന്നേരം സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ പഞ്ചായത്ത് നമ്മുടെ ഫണ്ടിൽ തന്നെ നടപ്പിലാക്കും. ഗവൺമെന്റ് സ്കൂളുകളിലും എല്ലാം അത്തരം വാഹനങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ കാർഷിക സ്വർഗം എന്നാണ് വയനാട്ടിനെ വളരെ കാലമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നെല്ലിൻ്റെ കാര്യത്തിലായാലും തന്നെ വയനാട് ഒരു മലനാടാണെന്ന് നിങ്ങൾ എഴുതിയിരിക്കുകയാണെങ്കിലും നെല്ലിൻ്റെ മേഖലയിൽ വളരെയധികം സംഭാവന നൽകിയത് വയലിൻ്റെ നാടെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് തന്നെ നമുക്കവിടെ ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്, അമ്പലവയൽ. അതുപോലെ തന്നെ ഇപ്പോൾ MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ഒരു ഗവേഷണ കേന്ദ്രം വയനാട്ടിലുണ്ട്. അപ്പോൾ വയനാട്ടിൽ കൃഷി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കൃഷിയിൽ നിന്ന് കൃഷിക്കാർക്ക് കൂടുതൽ ആദായം കിട്ടുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു വർഷത്തിൽ 10-50 കോടി രൂപയുടെ ട്രാൻസാക്ഷനുള്ള ഒരു ക്ഷീരസംഘം തന്നെ ഉണ്ട് മാനന്തവാടിയിൽ, ഇല്ലേ? അങ്ങനെ പല അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂഭാഗമാണ് അവിടെ. നിങ്ങൾ കൃഷിക്കും നെല്ലിനും മറ്റ് വിളകളും എല്ലാം വാഴയും എല്ലാം വികസിപ്പിക്കാൻ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഗവേഷണ കേന്ദ്രങ്ങൾ, നല്ല കൃഷിക്കാർ, നല്ല കൃഷിക്കാരെ സഹായിക്കാനുള്ള സംഘടനകൾ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങളവിടെ ജൈവ കൃഷിക്കെല്ലാം 51 കൃഷിക്കാരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൽ കൂടുതൽ കാണണം. 3000 കൃഷിക്കാർ വയനാട്ടിൽ ജൈവ കൃഷി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൃഷിക്കാരുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് എന്താണ് അവിടുത്തെ യഥാർത്ഥത്തിൽ വയനാടിനെ ഒരു കാർഷിക സ്വർഗമായി നിലനിർത്താൻ എന്തെല്ലാം പരിപാടികളാണ് ചെയ്യുന്നത്? ഒന്ന് പറയാം ചുരുക്കി വേഗത്തിൽ. കാർഷിക മേഖലയിൽ ജലലബ്ധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കണ്ട പോലെ ചെക്ക് ഡാമുകളും അതുപോലെ തന്നെ കുളങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നിർമ്മിച്ചു കൊടുത്തതുകൊണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വയലുകളിൽ മഴയെ ആശ്രയിക്കാതെ തന്നെ ആദ്യ ഞാറിടുന്ന കാലഘട്ടങ്ങളിലും വെള്ളം ലഭിക്കുന്നതിനുള്ള സ്രോതസ് ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉൽപ്പാദനക്ഷമത എത്രയായിരിക്കും അവിടെ? ഒരു ഹെക്ടറിന് എത്ര വിളവ് കിട്ടും? അത് ടണ്ണേജ് കണക്കാക്കുമ്പോൾ ഒരു 196 ടൺ നെല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ അവിടെ വാഴക്കൃഷിക്ക് അനുഭവമായ സാധ്യതയാണ്. വളരെ ഈ നെല്ല് അല്ലാതായി കഴിഞ്ഞപ്പോൾ ഒരുപാട് കൃഷിക്കാരവിടെ അതിനുവേണ്ടി എന്തെങ്കിലും പദ്ധതികളുണ്ടോ? വാഴക്കൃഷിക്കും നമ്മൾ സബ്സിഡികൾ അങ്ങനെ കൊടുത്തിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വയലിലെ നെൽകൃഷിക്കാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. വയലിലെ കൃഷി നെല്ല് തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയ മുന്നോട്ട് പോകുന്നുണ്ട്. ജൈവ ഉൽപ്പന്നങ്ങൾക്കാണ് ഇനിയിപ്പോൾ വിപണിയിൽ, അതായത് അവിടുത്തെ കുരുമുളക് ആയാലും ഇഞ്ചി ആയാലും ഇതെല്ലാം ജൈവ രീതിയിൽ ഉണ്ടാക്കുന്നതിന് ഇനി വിദേശ വിപണിയിൽ പ്രിയമുണ്ടാവും. അപ്പോൾ അതിനെ അവിടെ വയനാട്ടിൽ ഏതാണ്ട് 3000 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ കൃഷിക്കാരുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജൈവ കൃഷിക്കാർ വയനാട്ടിലാണ്. അപ്പോൾ ജൈവ കൃഷി വിപുലപ്പെടുത്താനായിട്ട് എന്താണ് ചെയ്യുന്നത്? അതിലൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സുൽത്താൻ ബത്തേരി പഞ്ചായത്തിൽ 22 വാർഡുകളാണുള്ളത്. അതിൽ
7 വാർഡോളം സമ്പൂർണ്ണ ജൈവ മേഖലയായി പ്രഖ്യാപിച്ച വാർഡുകളാണ്. അപ്പോൾ 7 വാർഡുകളിൽ ഏകദേശം ഒരു വാർഡിൽ 1000 ചില്ലറ വോട്ടർമാർ കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. അപ്പോൾ ആ കുടുംബങ്ങൾ അത്രയും ജൈവ മേഖലയിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ എഴുതിയിരിക്കുന്ന 51 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അല്ല, അത് ശരിയല്ല. അതെന്തൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക്. അല്ല, ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ഞാൻ കൂടുതൽ ചോദിക്കില്ല. ശരിയല്ല, ഞാൻ താങ്കൾ പറയുന്നത് വിശ്വസിക്കും. മൊത്തം ഈ 5 കോടി രൂപ അതിലേറെ 6 കോടി രൂപയോളം നിങ്ങളുടെ കയ്യിൽ വികസനത്തിന് വരുന്നതിൽ കൃഷിക്കും പാലുൽപാദനത്തിൻ്റെയും മേഖലയിൽ നിങ്ങൾ എത്ര ചെലവാക്കുന്നുണ്ട്? അതായത് ഉൽപാദന മേഖലയിൽ ഏറ്റവും വലിയ കൂടുതൽ അലോട്ട്മെൻറ്റ് വരേണ്ടത് കൃഷി മേഖലയിലാണ്. അത്രയും എത്ര കോടി രൂപ ചിലവാക്കുന്നുണ്ട്? അത്രയും കോടി രൂപ ചിലവാക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉൽപാദന ഉയർച്ച ഉണ്ടായത്? ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ 2 കാര്യങ്ങളും കണക്കാക്കി സർവേകളും പഠനങ്ങളും നടത്തി ആധികാരികമായി പറഞ്ഞില്ലെങ്കിൽ ഈ പണങ്ങൾ ശരിയായ രീതിയിൽ ചെലവഴിച്ചു എന്ന് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിയില്ല. പ്രസിഡന്റ്, അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൃക്ഷവൽക്കരണം. 3 ഹെക്ടർ മരങ്ങൾ നട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് എവിടെയൊക്കെ ആയിട്ടാണ് 3 ഹെക്ടർ? ബ്ലോക്ക് ഓഫീസിലെ നമ്മളെ കെട്ടിടങ്ങൾ കഴിച്ചു വരുന്ന മുഴുവൻ സ്ഥലങ്ങളിലും നമ്മൾ അത് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്കൂളുകൾ കോമ്പൗണ്ടിൽ നമ്മൾ LP സ്കൂളും അതുപോലെ UP സ്കൂളുകളുടെയും കോമ്പൗണ്ടുകൾ വളരെ അധികം 3 ഏക്കർ 3.5 ഏക്കറോളം സ്ഥലങ്ങൾ വരുന്ന സ്ഥലമുണ്ട് സ്കൂളുകൾക്ക്. ആ സ്ഥലം ഒഴിവായി കിടക്കുന്ന സ്ഥലത്തൊക്കെ വൃക്ഷത്തൈകൾ വെച്ച്. അല്ലല്ല, നല്ല കാര്യം. പക്ഷേ ഈ ഇങ്ങനെ ഹെക്ടർ പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ഒരു മരത്തിന് നടുമ്പോൾ അതിന് വേണ്ട 1 സ്ക്വയർ മീറ്ററാണ്. അപ്പോൾ നിങ്ങൾ 10 മരം നട്ടിട്ടുണ്ടെങ്കിൽ 10 × 1 അത്രയും സ്ക്വയർ മീറ്റർ. അങ്ങനെയാണ് ഹെക്ടറേജ് കണക്കാക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആരെങ്കിലും ഒരു സ്ക്വയർ മീറ്ററിന്റെ മരം നിൽക്കില്ല സാറേ. അതിൻ്റെ മരം വളർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മീറ്ററോളം ചുറ്റളവിൽ അതിൻ്റെ ശാഖകൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഏകദേശം കണക്ക് കൂട്ടിയിട്ട്. എനിക്ക് അവിടെ എത്ര ST മെമ്പേഴ്സ് ഉണ്ട് പഞ്ചായത്തിൽ? ST വിഭാഗത്തിന് 2 പേരും SC വിഭാഗത്തിന്റെ ഒരാളും. ആരെങ്കിലും വന്നിട്ടുണ്ട് ST? ഇല്ലെന്ന് വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. എനിക്ക് ഒന്ന്, നിങ്ങൾ നല്ല ഭവനങ്ങളെല്ലാം അവർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പ്രോഗ്രാം കാണാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഈ ഗ്രീൻ കേരള എക്സ്പ്രസ് പ്രോഗ്രാം കാണാൻ ഈ ST കോളനിയിൽ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ്. എൻ്റെ വാർഡിൽ തന്നെ സാംസ്കാരിക നിലയത്തിൽ ആദിവാസികൾക്ക് വേണ്ടി തന്നെ അവിടെ ഒരു TV വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് സാംസ്കാരിക നിലയത്തിൽ തന്നെ. അതുപോലെ തന്നെ 1-2 വാർഡുകളിൽ ആ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളനികളിൽ ഇപ്പം തിരുനെല്ലി കോളനിയിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഹാള് പണിയുകയും അവർക്ക് വേണ്ടി അവിടെ TV വെച്ചു കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഉറപ്പായിട്ട് അവർ കാണും? തീർച്ചയായിട്ടും കാണും. കാണാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അക്ഷയ കേന്ദ്രം മുഖേന അവർക്ക് അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കോളനികളിലും ചെന്ന് ഞങ്ങളിപ്പോൾ അക്ഷയ സാക്ഷരത ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോളനികളിലെല്ലാം തന്നെ ഒരുമാതിരി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തുടർന്ന് ഇതിനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കും. മൊത്തം 3000 ഭവനരഹിത എണ്ണാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് 1500 എന്ന് പറയുന്ന ഈ 3000 കൂടാതെ 1500 ആണോ? ഇനി 3000 വീടുകളും കൂടെ പണിയാനുണ്ടോ പഞ്ചായത്തിൽ? ഇനി 3000 ഇല്ല, 2000 ചില്ലറ ആണ് അതിൽ വരുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ 2000 നമ്മൾ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി എന്ന നിലക്ക് ജനറലും അതുപോലെ തന്നെ ST വിഭാഗത്തിനും വീടുകൾ കൊടുത്തിരുന്നു. അതിനുശേഷം ഈ ST വിഭാഗത്തിനെന്ന് പറയുമ്പം സ്വാഭാവികമായി അവർ ഒരു കുടുംബമായി ഒന്നിച്ച് താമസിക്കുക, അച്ഛനും അമ്മയും എത്ര മക്കളുണ്ടെങ്കിലും അവർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ അവർ മാറിക്കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ വീടുകളുടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും വീടുകൾ EMS ഭവന നിർമ്മാണ പദ്ധതിയുടെ അപേക്ഷ വന്നത് വെച്ചുകൊണ്ടാണ്. അതിൽ ഇപ്പം 75,000 രൂപ മുതൽ 1.25 ലക്ഷം രൂപ വരെയാണല്ലോ കൊടുക്കുന്നത്. ST ആണെങ്കിൽ 1.25 ലക്ഷം രൂപ വരും. എത്ര വരെ ഈ വീടുകൾക്ക് ചിലവ് വരുന്നുണ്ട് സാർ? അവരെ സംബന്ധിച്ചിടത്തോളം ചിലവ് 1.25 ലക്ഷം കൊണ്ട് തീരുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അധികം വരുന്ന തുക അധികം വരില്ല സാർ. ഇപ്പം നമ്മൾ ശരിക്കും ST വിഭാഗത്തിലുള്ള ആളുകളെ നമ്മൾ ഒരു ബോധവൽക്കരണ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ അധ്വാനവും ഈ പറയുന്ന
1,15,000 രൂപയും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വീടുകൾ തീർക്കാൻ സാധിക്കും. എങ്ങനെയുണ്ടായിരുന്നു സാർ? ഗ്രീൻ കേരളയുടെ പരിപാടി പ്രശംസനീയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കി നമ്മളുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള വലിയൊരു വേദിയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. 15-ൽ 10.5. 15-ൽ 10.5. 10-ൽ 7. സുൽത്താൻ ബത്തേരി പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന ആകെ മാർക്ക് 60-ൽ 42. ഈ പഞ്ചായത്തിനെ നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാം. ഫോർമാറ്റ് GKE സ്പേസ് SBTR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക്. SMS അയക്കേണ്ട നമ്പർ 537252. പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ച നിരവധി രാജ്യങ്ങളിലൊന്നാണ് ചൈന. എണ്ണയിൽ നിന്നുണ്ടാക്കുന്ന പോളിയെത്തിലീൻ എന്ന രാസവസ്തുവിൽ നിന്നാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചതിലൂടെ പ്രതിവർഷം 3700 കോടി ബാരൽ എണ്ണ ചൈന ലാഭിക്കുന്നു. ജീവിതശൈലിയിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ പ്രകൃതിക്കും സമൂഹത്തിനും ഒരുപാട് ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ തിരിച്ചറിവാണ് ഗ്രീൻ കേരള എക്സ്പ്രസും പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നമസ്കാരം. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.